വയനാട്ടിലെ ആളക്കൊല്ലി ആനയെ വെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം അത് നീളുന്നതിനിടയിലാണ് ജനരോഷം പലയിടത്തും ഉയരുന്നത്. കാട്ടിക്കുളത്ത് വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. കർഷകരും അവിടുത്തെ പ്രദേശവാസികളായ ആളുകളുമാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതേസമയം തന്നെ ഇന്ന് പുലർച്ചെ ദൗത്യം തുടങ്ങിയിരുന്നു. വനം ഉദ്യോഗസ്ഥർ 5:30 ഉൾവനത്തിലേക്ക് അവർ പോയി. രാവിലെ ലഭിച്ച സിഗ്നൽ പ്രകാരം ഉൾവനത്തിൽ കമ്മിപ്പാലം സമയം ഉൾവനത്തിലാണ് ആന ഉള്ളത് എന്ന സിഗ്നലാണ് ലഭിച്ചത്. അതിന് പിന്നാലെ ലഭിച്ച സിഗ്നൽ പ്രകാരം കോളനി ഭാഗത്തേക്ക് ആന നീങ്ങുന്നു എന്ന വിവരവുമുണ്ട്. ഏത് വിധേനയും ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ദൗത്യസംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതേസമയം തന്നെ 4ാം ദിനത്തിലേക്ക് ഈ ദൗത്യം കടന്നതിന് പിന്നാലെ ജനങ്ങളുടെ പ്രതിഷേധം വീണ്ടും രൂപപ്പെടുകയാണ്. കാട്ടിക്കുളന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാം. അരുൺ അമർനാഥ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി, നിരവധി പേരുടെ കൃഷി നശിക്കുന്നു. ഇപ്പോൾ ഒരു മരണമുണ്ടായത് കൊണ്ടും ഇങ്ങനെ ഒരു ദൗത്യമുള്ളത് കൊണ്ടുമാണല്ലോ ഈ അവിടുത്തെ വിവരങ്ങൾ തീർത്തും പ്രാദേശികമായ അവിടുത്തെ സാധാരണ കർഷകരുൾപ്പെടെ അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ അത് പുറം ലോകം അറിയുന്നത് ഇങ്ങനെ ഒരു ദൗത്യമുള്ളത് കൊണ്ട് മാത്രമാണല്ലോ. രതീഷ്, നമ്മൾ പലപ്പോഴായി ഈ ചെറിയ ചെറിയ കൃഷിനാശങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പോലും ഈ മലപ്പുറം, നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവമാണ്. അവർ അപ്പോഴും ഈ വനം വകുപ്പിനെതിരെയും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു താൽക്കാലിക പ്രശ്നമല്ല. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് ഈ ലോകം ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിലൊരു വസ്തുത ഇല്ലാതില്ല. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രം ആ ശ്രദ്ധ എത്തിയാൽ പോരാ എന്ന വനം വകുപ്പിനോടും ഈ സിസ്റ്റത്തോട് തന്നെ, ഈ സംവിധാനത്തോട് തന്നെ അവർ ആവശ്യപ്പെടുകയാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് തന്നെയാണ്, വൈകാരിക പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അവരുടെ ഏറ്റവും വലിയ സമീപകാലത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവൽ പ്രശ്നമായി മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ മാറുന്നുണ്ട്. എന്നിട്ടും അത്തരത്തിലൊരു ശ്രദ്ധ ഇവരിലേക്ക് എത്തുന്നില്ല. അതിന്റെ ഭാഗമായി തന്നെ ഈ അജീഷിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടായ, ആന കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഉണ്ടായ ഒരു പ്രതിഷേധങ്ങൾ നമ്മൾ തുടർക്കഥയായി കാണുന്നു. പക്ഷെ അതിൽ എല്ലാം പറയുന്നത് കാലാകാലങ്ങളായി ഇവർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള, ഇതുവരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള, ഇപ്പോഴും ഭീതിയോടെ ഓരോ രാത്രിയും തള്ളി നീക്കുന്നവരുടെ സ്വരമാണ്, ശബ്ദമാണ് ഈ പ്രതിഷേധത്തിലൂടെ ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, പ്രതിഷേധം അവിടെ രൂപപ്പെടുന്നു. അതിനിടയിൽ ദൗത്യം അത് ശുഭപര്യവസായിയായി ഇന്ന് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.